ജീവനോടുള്ള മത്സ്യങ്ങളുടെ കൊണ്ടുപോകുന്നതും വിപണനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണാം. ജീവനുള്ള മത്സ്യങ്ങളെ കൊണ്ടുപോകേണ്ടത് ഇത്തരത്തിലുള്ള ടാങ്കുകളിലാണ്. ടാങ്കുകളിൽ എയർ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഓക്സിജൻ, മെഡിക്കൽ ഓക്സിജനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ മെഡിക്കൽ ഓക്സിജൻ കൊടുത്തിരിക്കുകയാണ്. വേണ്ടത്ര എയറും കൊടുത്തിട്ടുണ്ട്. അഥവാ ഓക്സിജൻ നിന്ന് പോയാലും എയർ കിട്ടാൻ വേണ്ടിയിട്ട് മത്സ്യങ്ങൾക്ക് ഇത്തരത്തിൽ ഓക്സിജൻ കൊടുത്ത് വേണം കൊണ്ടുപോകാൻ. ഇങ്ങനെ കൊണ്ടുപോകുന്ന മത്സ്യങ്ങൾ നമ്മൾ ടാങ്കുകളിലിടണം. ഈ ടാങ്കുകളിലും പുറകിൽ കാണാവുന്നതുപോലെ നമ്മൾ പ്രത്യേക ഫിൽറ്ററുകൾ സെറ്റ് ചെയ്യണം. ആ ഫിൽറ്ററിനകത്ത് വെള്ളം 24 മണിക്കൂറും കറങ്ങിയാണ് വരുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പായിരിക്കും. ഇങ്ങനെയുള്ള ടാങ്കുകളിൽ നമുക്ക് 1000 ലിറ്ററുള്ള ടാങ്കിൽ ശരാശരി 20 കിലോഗ്രാം മീനെ ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് നിർത്തി ആവശ്യാനുസരണം ഇതുപോലെ പിടിച്ചെടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ടാങ്കിൽ എയർ കൊടുത്തിരിക്കണം, വെള്ളം സർക്കുലേറ്റ് കൊണ്ടേയിരിക്കണം. ഒരിക്കലും നിന്ന് പോകാൻ പാടില്ല. എങ്കിൽ മാത്രമാണ് മീൻ ജീവനോടെ നിൽക്കുകയുള്ളൂ. ഇത് നമുക്ക് കാണാവുന്നത് ഏകദേശം 3 കിലോ മുകളിൽ വലിപ്പമുള്ളതാണ്. അതിനെ ചത്ത അപ്പോൾ തന്നെ പിടിച്ചെടുത്ത് അതിനെ ക്ലീൻ ചെയ്യുന്ന ദൃശ്യങ്ങളാണിത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല സ്കില്ലുള്ള ആളുകൾ വേണം അത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇതിന് പ്രത്യേകം പരിശീലനം കൊടുക്കണം. കൃത്യമായ രീതിയിൽ അത് ഫ്രഷായിട്ടുള്ള മീനായതിന് അത് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ കട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മീറ്റെല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ അതിൻ്റെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമുക്കറിയാം ഇത് ചത്തട്ടിൽ പരിപൂർണമായിട്ടും. അപ്പോൾ ഇതൊരു സംരംഭമായിട്ട് ചെയ്യാവുന്നതിൻ്റെ ചില സാങ്കേതികമായിട്ടുള്ള രീതികളാണ് ഈ കണ്ടത്. ഇതിൻ്റേതായ പല പരിമിതികളുമുണ്ട്, പല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഇമെയിൽ ID കൂടി കൊടുക്കാം. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് ബന്ധപ്പെടേണ്ടതും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതും. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഐസിട്ട് മീൻ നമ്മൾ എത്ര ദിവസം മുൻപാണ് കിട്ടിയതെന്ന് അറിയാത്ത മീനാണ് പലപ്പോഴും വാങ്ങുന്നത്. ഈ ഐസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. മീൻ ഐസ് ഇടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഈ ഐസ് ഇടുന്നതിനൊപ്പം തന്നെ അവർ മീനിപ്പം പിടിച്ച പോലെ നമുക്ക് കാണത്തക്ക രീതിയിൽ അത് നിലനിൽക്കാൻ വേണ്ടി മറ്റു പല കെമിക്കലുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആളുകളൊക്കെ ചെകിള പൊളിച്ച് നോക്കുമ്പോൾ ചുവപ്പ് കളറായിരിക്കാനുള്ള ചില കെമിക്കലുകൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം ദോഷകരമാണ്. ഐസിട്ട് മീൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. കാരണം ഐസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു മെത്തേഡ് തന്നെയാണ് മീനെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായിട്ട് പരിഹാരമാണ്. ഒന്നുകിൽ ശരിയായ രീതിയിൽ ഐസിട്ട് ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്ത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവനുള്ള മീനെ വിപണനം നടത്തുക.